മാസ്റ്റർ പത്രം വായിച്ചിട്ടിരിക്കുക, മാസ്റ്റർ ഇതൊന്നും ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഈ ബോർഡറിലൊക്കെ രാത്രി ഈ ഇറാഖ് അവിടെയൊക്കെ ഈ വണ്ടി ഓട്ടിച്ചിട്ട് പോകും രാത്രി, ഹെവി വെഹിക്കിൾ എന്തോ ആണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ രാത്രിയൊക്കെ ഭയങ്കര മണൽക്കാറ്റും അതും ഇതൊക്കെ അനുഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു കാസറ്റ് കരുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ, പുള്ളിയുടെ ഭാര്യ കൊടുത്തയച്ചതാണ്. ആ ഗാനം പുള്ളി ഈ വണ്ടിയിലിട്ട് ആണ് ഇത് പുള്ളിയുടെ ആ ദുഃഖങ്ങളൊക്കെ അകറ്റുന്ന, ആശ്വാസം കിട്ടുന്നത്. ഈ കൊടുങ്കാറ്റും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി ഈ പാട്ട് സൂക്ഷിക്കുമായിരുന്നു എന്ന് പറയും. മാത്രമല്ല പുള്ളിയുടെ ഭാര്യയും നാട്ടിൽ ഈ പാട്ട് എപ്പോഴും കേൾക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ അനുഭവം ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നെ പല ഈ പ്രവാസികളും എന്നോട് സംസാരിച്ചപ്പോൾ ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ വയലാറൊക്കെ അക്കാലത്ത് എഴുതി വെച്ചേക്കുന്ന അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏതു മരുഭൂവിലായാലും തിരിച്ചു വരും വരെ പ്രിയമുള്ളവനവനൊരു മുള്ളു പോലും കൊള്ളരുതേ. ഈശോ മറിയം ഔസേപ്പേ ഈ അപേക്ഷ കൈക്കൊള്ളണമേ, ഈ പ്രാർത്ഥന കേൾക്കണമേ.